ചോദ്യങ്ങളെ ഭയപ്പെടുന്ന കാലത്ത് ചോദ്യം ചോദിക്കുന്നവരും ട്രെൻഡ് സെറ്റ് ചെയ്യുന്നവരുമായി വിദ്യാർത്ഥി സമൂഹം മാറണമെന്ന് ഷാഫി പറമ്പിൽ MP പറഞ്ഞു. പേരോട് MIM ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പേരോട് സ്കൂളിൽ കഴിഞ്ഞ തവണ വന്ന ഘട്ടത്തിൽ വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് ജനപ്രതിനിധി എന്ന നിലയ്ക്ക് താൻ നൽകിയ മറുപടി കേരള രാഷ്ട്രീയത്തിലും കോൺഗ്രസ് രാഷ്ട്രീയത്തിനുള്ളിലും ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ചോദ്യങ്ങൾ ചോദിക്കുന്ന നിലവാരത്തിലേക്ക് വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കുന്നതാണ് വിദ്യാഭ്യാസത്തിന്റെ ദൗത്യമെന്ന് ഷാഫി പറമ്പിൽ MP പറഞ്ഞു. ഇവിടെ ഓരോ തവണ വരുമ്പോഴും നിങ്ങൾ വിസ്മയിപ്പിക്കാറുണ്ട്. ഇത്തവണയും നിങ്ങളുടെ ഇത്തരം ഇനീഷ്യേറ്റീവ്സ് മറ്റെല്ലാ സ്കൂളുകളിൽ നിന്നും വ്യത്യസ്തമായി ഈ വിദ്യാർത്ഥി കാലഘട്ടത്തിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ ഉപയോഗപ്പെടുത്താൻ, ആസ്വദിക്കാൻ, പഠിക്കാൻ, വായിക്കാൻ, എഴുതാൻ, കലയെ, എഴുത്തിനെ, വരയെ, ചോദ്യങ്ങളെ ഒക്കെ പ്രോത്സാഹിപ്പിക്കാനുള്ളൊരിടമായി MIM-നെ നിങ്ങൾ മാറ്റിയിരിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയുന്നതിൽ അതിയായിട്ടുള്ള അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. കഴിഞ്ഞ തവണ വന്നപ്പം നിങ്ങൾ ചോദിച്ച ചില ചോദ്യങ്ങൾ അത് പിന്നീട് കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഒരു ചർച്ചയായി മാറിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ ചോദ്യവും അതിൻ്റെ ഉത്തരവും ഒക്കെ കേരളീയ പൊതുസമൂഹത്തിലും ചെറുതായിട്ട് സംഘടനക്കകത്തും പുറത്തും ഒക്കെ ചർച്ചയാവുന്ന തരത്തിലേക്ക് അത് മാറിയത് പിന്നീടുണ്ടായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ ട്രെൻഡ് സെറ്റേഴ്സ് ആണ് എന്നുള്ള കാര്യത്തിന് ഒരു സംശയമില്ല എന്നുള്ളതാണ്. ആ ട്രെൻഡ് സെറ്റിംഗ് എനിക്ക് അതിലേറ്റവും ഞാൻ ഇഷ്ടപ്പെട്ട ഭാഗം അതൊരു ചോദ്യത്തിൻ്റെ രൂപത്തിലാണ് എന്നുള്ളതാണ്. ചോദ്യങ്ങളെ ഭയപ്പെടുകയും ചോദ്യങ്ങളില്ലാതാവുകയും ചോദ്യങ്ങളില്ലാതാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നൊരു കാലത്ത് എഴുന്നേറ്റ് നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ അത് സമൂഹം ചർച്ച ചെയ്യുന്ന തലത്തിലേക്കാവുമ്പോൾ വഴിവിളക്കുകളായി വിദ്യാർത്ഥികൾ മാറും എന്ന പ്രതീക്ഷ തന്നെയാണ് അത് വലിയൊരു അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. ബോധം നശിച്ചിട്ടുണ്ടാകുന്ന പ്ലഷറുകളിൽ അതാണ് സന്തോഷമെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു തലമുറയ്ക്ക് അതല്ല. എഴുത്താണ്, വായനയാണ്, പുസ്തകമാണ്, പാട്ടാണ്, രചനയാണ്, വരയാണ്, ചോദ്യങ്ങളാണ്, ഉത്തരങ്ങളാണ്, ജനാധിപത്യമാണ്, മതേതരത്വമാണ്, ഒരു നാടിൻ്റെ മോചനമാണ് എന്നൊക്കെയുള്ള അത്തരം ലഹരികൾ, കായിക രംഗം ഉൾപ്പെടെയുള്ള ലഹരികൾ. ഇപ്പം ഞാൻ കയറി വരുമ്പോൾ NCCയും സ്കൂൾ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ്സിന് എല്ലാവരെയും കാണും. അത്തരം പോസിറ്റീവ് എൻഗേജ്മെൻറ്റിന് കൊടുക്കുന്ന ഇടമാണ് എല്ലാ പ്രതിരോധ പ്രവർത്തനങ്ങളുടെയും ചെറുപ്പക്കാർക്കിടയിലെ ബേസ്. നോ എന്ന് മാത്രം പറയുന്നതിന് പകരം ഒരുപാട് എസ്സുകളാണ് ഒരു വലിയ നോയെ അതിനെ തടഞ്ഞു നിർത്താൻ കഴിയാവുന്ന ശക്തിയായിട്ട് മാറുന്നു. ചടങ്ങിൽ മാനേജർ PB കുഞ്ഞമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ MM മുഹമ്മദ് സ്വാഗതം പറഞ്ഞു. ഇന്നിവിടെ ബഹുമാനപ്പെട്ട MP ഇതിൻ്റെ ഒരു സമാപനം കുറിക്കുമ്പോൾ ഒരു പുതിയ ചരിത്രം കൂടി രചിക്കപ്പെടുകയാണ്. ഇവിടെ ഒരു ഗ്രാമീണമായ മേഖലയിൽ നാദാപുരത്തിൻ്റെ ഇങ്ങേ അറ്റത്തുള്ളൊരു പേരോടെന്ന പ്രദേശത്ത് ഒരുപക്ഷെ വലിയ വലിയ നഗരങ്ങളിൽ മാത്രം കണ്ട് കേട്ടിട്ടുള്ള ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു എന്നുള്ളതും അത് വളരെ മനോഹരമായി പരിസമാപ്തി കുറിച്ചു എന്നുള്ളതും ഒരുപക്ഷെ മറ്റു പലർക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു വലിയ കാര്യമാണെന്ന് എനിക്ക് തോന്നുകയാണ്. എനിക്ക് ഒരു കാര്യം മാത്രമാണ് ഇവിടെ പറയാൻ, ബഹുമാനപ്പെട്ട MP-യോട് പറയാനുള്ളത്, ഈ വിദ്യാലയത്തിലെ കുട്ടികൾ സാധാരണ കുട്ടികളല്ല. അവർ കാഴ്ചവെക്കുന്ന ഒരു വൈബ് എന്ന് പറയുന്നത് അതൊരു വല്ലാത്ത വൈബാണ്. നമ്മളവരോട് അമ്പിളി മാമനെ പറിച്ചു കൊണ്ടുവരാൻ പറഞ്ഞാൽ ഞങ്ങൾ തയ്യാറാണ് സർ എന്ന് പറഞ്ഞുകൊണ്ട് ആകാശത്തേക്ക് നോക്കുന്ന അത്ര മനോഹരമായ, ചിന്തിക്കാൻ കഴിവുള്ള, എന്തിനും മുറുമ്പിട്ടിരിക്കുന്ന ഒരു യുവതയുടെ, ഒരു കൗമാരത്തിൻ്റെ മുമ്പിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂന്തോട്ടം തന്നെ പറിച്ചു കൊണ്ടുവരുന്ന അത്ര മനോഹരമായ കുട്ടികൾ ഇരിക്കുന്ന ഒരു സ്ഥാപനമാണ് MIM ഹയർ സെക്കൻഡറി സ്കൂൾ. ഞങ്ങൾക്ക് MP-യോട് പറയാനുള്ളത്, സർ, നിങ്ങൾ വടകരയെ കെട്ടിപ്പടുക്കാൻ, വടകര റീഡിസൈൻ ചെയ്യാൻ വേണ്ടി നിങ്ങളെപ്പോലെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ, ജനപ്രതിനിധികൾ മുന്നോട്ട് വരികയാണെങ്കിൽ MIM-ലെ കുട്ടികളുണ്ടാകും. നിങ്ങൾക്ക് പിറകിലല്ല, നിങ്ങൾക്കരികെ നിന്നുകൊണ്ട്, നോട്ട് ബിഹൈൻഡ് ബട്ട് ബിസൈഡ് MIM-ന്റെ മക്കൾ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ദീർഘകാലം MIM കമ്മിറ്റിയുടെ പ്രധാന ഭാരവാഹിയായിരുന്ന NV അഹമ്മദ് മുൻഷിക്കുള്ള ഉപഹാരവും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുള്ള ഉപഹാരവും ഷാഫി പറമ്പിൽ സമ്മാനിച്ചു. നാസർ കൊടോളി, നമ്മുടെ പേരോടുകാരനായ പ്രിയപ്പെട്ട നാസർ കൊടോളിയുടെ പുസ്തകം. അടുത്തത് ഏവർക്കും പ്രിയങ്കരനായ MM മുഹമ്മദ് സാറിനുള്ള മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ഉപഹാരം.
ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് അസോസിയേറ്റ് എഡിറ്റർ MP പ്രശാന്ത്, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബംഗ്ലത്ത് മുഹമ്മദ്, ജനറൽ സെക്രട്ടറി TK അബ്ബാസ്, പ്രിൻസിപ്പൽ AK രഞ്ജിത്ത്, NV ഹാരിസ് തുടങ്ങിയവർ സംസാരിച്ചു. ഒത്തിരി ഇഷ്ടങ്ങളുമായി ഫാമിലി ഇനി സുൽത്താൻ ബത്തേരിയിലും. ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും പുതിയ ഷോറൂം നവംബർ 8-ന് ബത്തേരിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.